ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട മറ്റൊരു വിഷയം ആശുറായും താസുആയും അതിൻ്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തു. വിശുദ്ധമായ മുഹറമിന്റെ മറ്റൊരു യഥാർത്ഥ പാഠമാണ് ഹിജ്റ. ഹിജ്റയുടെ പശ്ചാത്തലം, മക്കയിലെ ജീവിതം അവസാനിപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലും സ്വഹാബത്തും കൂടിയിട്ട് മദീനയിലേക്ക് പലായനം ചെയ്ത അത്യുജ്വലമായ പ്രൗഢമായ ഒരു യാത്രയ്ക്കാണ് ഹിജ്റ എന്ന് പറയുക. വർത്തമാന കാലഘട്ടത്തിലെ 2024 എന്ന് പറയുന്ന ഈ വർഷം, ഈ ജൂലൈ മാസം നാം ഇത് സംസാരിക്കുമ്പോൾ വല്ലാത്ത ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം, ഒരു വലിയ പാഠങ്ങൾ ആ ഹിജ്റ ഇപ്പോഴും നമ്മൾക്ക് സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, വർഗവർണ്ണ ഭാഷാ വേഷ വൈജാത്യങ്ങൾക്കപ്പുറം വർഗങ്ങൾക്കും വർണ്ണങ്ങൾക്കും എതിരെയുള്ള വെറികളെ ഹിജ്റയുടെ വിശുദ്ധമായ ആ യാത്ര, വിശുദ്ധ ഇസ്ലാം ആ ഹിജ്റയോടുകൂടി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഏത് പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ കഴിയുന്ന പ്രഥമ ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയ്യ വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ എന്നാണ്. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ഈ ഹദീസ്. ഒരു മനുഷ്യന്റെ അമൽ അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം അവന്റെ നീയത്താണ്. അവന്റെ നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവന് പ്രതിഫലം നൽകുക. ഇതിന് ശേഷം അള്ളാഹുവിന്റെ റസൂൽ ചില വാചകങ്ങൾ പറയുന്നുണ്ട്. ഒരാൾ അള്ളാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആ റസൂലുള്ളാന്റെയും അള്ളാഹുവിന്റെയും പ്രീതിയും തൃപ്തിയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് പലായനം ചെയ്യുന്നുവെങ്കിൽ അവന് ആ പ്രതിഫലമുണ്ട്. ഇനി അതല്ല, ഒരു കല്യാണം കഴിക്കാനാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്നത്, മദീനയിൽ ഒരു നല്ലൊരു പെണ്ണുണ്ട്, ആ പെണ്ണിനെ ഒന്ന് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹത്തിലാണ്. ഇനി സ്വഹാബാക്കളെ നല്ല ആര് പോയാലും ആ കല്യാണം കഴിക്കുന്നതിന്റെ ലക്ഷ്യത്തിന്റെ പ്രതിഫലം മാത്രമേ കിട്ടുള്ളൂ. അതിന് ഹിജ്റ എന്ന് പറഞ്ഞാലും പ്രതിഫലം നീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഇവിടെ അതിന് പിൻബലത്തിൽ ഒരു സംഭവം തന്നെയുണ്ട്. ഉമ്മു ഖൈസ് എന്ന് പറയുന്ന മദീനയിൽ ഒരു പെണ്ണുണ്ട്. ധനാഢ്യയായ ആഢ്യമുള്ള ഒരു പെണ്ണാണ് ഉമ്മു ഖൈസ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ മക്കക്കാരായ കുറച്ച് ആളുകൾ ഈ പെണ്ണിനെ ഒന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന രീതിയിൽ യാത്ര പോയിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ലക്ഷ്യം അള്ളാഹുവിന്റെ പരിപൂർണമായ വിലക്കുകൾ അനുസരിക്കുക എന്നുള്ളതാണ്. വിധി വിലക്കുകൾ അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് റസൂലുള്ളാഹിന്റെ മർമ്മപ്രധാനപരമായ ലക്ഷ്യം. സഹോദരങ്ങളെ, ഹിജ്റയിലുള്ള ഒരു വലിയ പാഠമാണ് നാം ആദ്യം പറഞ്ഞു വെച്ചത്. വർഗത്തോടും വർണ്ണത്തോടും വെറിയോടുമുള്ള വർത്തമാന കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ചില സംഭവ വികാസങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് വിശുദ്ധ ഇസ്ലാമിനോടും ചില വർഗങ്ങളോട് കറുത്തതിനോടുള്ള വിയോജിപ്പ് ഇന്നും ഈ 2024 നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്റെ വാപ്പയാണ് ഏറ്റവും നല്ല വാപ്പ, മറ്റുള്ളവരെ വാപ്പ ഒന്നും കൊള്ളൂല്ല. എന്റെ കുടുംബമാണ് ഏറ്റവും നല്ല കുടുംബം, മറ്റുള്ളവരൊക്കെ തരം താഴ്ന്നവരാണെന്നുള്ള ചിന്ത ഇതിപ്പോഴുമുണ്ട്. ഈ കഴിഞ്ഞ കോപ്പ അമേരിക്ക കളിയിൽ അർജന്റീനയിലെ എൻ ഫെർണാണ്ടസ് എന്ന് പറയുന്ന കളിക്കാരൻ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തരം താഴ്ത്തി സംസാരിക്കുന്നുണ്ട്. ഫ്രാൻസിലെ കെലിയൻ എംബാപ്പ അടക്കമുള്ള കളിക്കാരൊക്കെ കറുത്ത വർഗക്കാരാണ്, തരം താഴ്ത്തി സംസാരിക്കുകയാണ്. ഞാനിത് ആദ്യമായി പറഞ്ഞു വയ്ക്കാനുള്ള കാരണം നമ്മുടെ മക്കളുടെ ഒക്കെ ഈ അർജന്റീന ഫാനാണ്. വർണ്ണവെറിയുടെ ഏറ്റവും വലിയ വിദ്വേഷങ്ങൾ ഈ കളിക്കാരന്മാർ ഇറക്കി വിട്ടിട്ട് പിന്നെ മാപ്പ് പറഞ്ഞു ഫ്രാൻസിലെ കളിക്കാരോട്. സഹോദരങ്ങളെ, ഇത് കറുപ്പിനോട് മാത്രമല്ല, താഴ്ന്ന വർഗക്കാരോടുള്ള ഒരു വല്ലാത്ത വിവേചനം നമ്മുടെ മുന്നിലുണ്ട്. വിശുദ്ധ ഇസ്ലാമിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്താണ് ഇതിന്റെ അടിസ്ഥാന കാരണം? എന്റെ കുലമാണ് ഏറ്റവും വലിയ കുലം, എന്റെ വാപ്പ പണ്ട് വലിയ സംഭവമായിരുന്നു, ആ വാപ്പാടെ മോനാണ് ഞാൻ, എന്നെ കഴിഞ്ഞിട്ട് ആരുമില്ല എന്നാണ് നമ്മുടെ സംസാരം. ഇസ്ലാമിൽ ഇതിന് സ്ഥാനമില്ല എന്നാണ്. വിശുദ്ധമായ ഹിജ്റയോടുകൂടി എല്ലാം തീർന്നു. നിങ്ങൾ നോക്കിയ ഒരു ഹദീസിൽ, സമയമില്ല, 5 മിനിറ്റ് 5-10 മിനിറ്റേ നമുക്കുള്ളൂ, വിഷയം ഇങ്ങനെ വിശാലമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, അർബഉ ഫീ ഉമ്മത്തി മിനൽ ജാഹിലിയ്യ, എന്റെ ഉമ്മത്തിൽ ഇപ്പോഴും 4 കൂട്ടരുണ്ട് സ്വഹാബത്തെ, അവർ ഇപ്പോഴും ഈ ജാഹിലിയ കാലഘട്ടത്തിന്റെ സ്വഭാവമാണ്. എന്താണ് അവരുടെ സ്വഭാവം? 4 കൂട്ടർ ലാ യത്റുകൂനഹുന്ന, അവരോട് എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, അവരത് ഉപേക്ഷിക്കുകയില്ല.
അള്ളാഹുവിന്റെ റസൂൽ ഒന്നാമതായിട്ട് പറഞ്ഞത് അൽ ഫഖ്റു ഫിൽ അഹ്സാബി. അൽ ഫഖ്റു ഫിൽ അഹ്സാബി, സ്വന്തം പിതാക്കന്മാരെ കുറിച്ച് ഫഖ്ർ പറയലാണ്. എന്റെ വാപ്പ ആരായിരുന്നു എന്ന് നിനക്കറിയോ? എന്റെ വാപ്പ ഭയങ്കര സംഭവമായിരുന്നു. പണ്ട് ഈ കാണുന്ന കൊട്ടാര സമുച്ചയങ്ങൾ മൊത്തം എന്റെ വാപ്പയുടെയായിരുന്നു. ഈ കാണുന്ന പറമ്പുകളെല്ലാം എന്റെ ഫാമിലിയുടേതായിരുന്നു. ഇതിൽ വിശുദ്ധ ഇസ്ലാമിന് സ്ഥാനമില്ല എന്നാണ്. നിങ്ങൾ നോക്കിയേ, ഈ വിഷയത്തേക്ക് വിശദീകരിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു വത്തഅനു ഫിൽ അൻസാബി. എന്നിട്ട് മറ്റു ചില കുടുംബങ്ങളെ ആക്ഷേപിക്കില്ല. അവനാ പറയന്റെ മോൻ, ആ മുടിവെട്ടുകാരന്റെ മോൻ, അല്ലെങ്കിൽ അവനാ മത്സ്യക്കച്ചവടക്കാരന്റെ മോൻ, അല്ലെങ്കിൽ അവനാ കൂലിപ്പണിക്കാരന്റെ മോൻ. ഇങ്ങനെ പറയുന്ന ഒരു തരംത മറ്റുള്ളവനെ, അവൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ സമുദായം മാറ്റവൻ കള്ളുടിയെ പണ്ടങ്ങാണ്ടവൻ വലിയ മോശക്കാരനായിരുന്നു. നമ്മുടെ ഇടയിലുമുണ്ട് ഈ സംസാരം. സഹോദരങ്ങളെ, ഇസ്ലാമിൽ ഇതിനൊരു സ്ഥാനവുമില്ല. ഹിജ്റയോടുകൂടി അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതി കേൾപ്പിച്ചു, യാ അയ്യുഹൽ നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായിലൻ ലിതഅറഫൂ. ശുദ്ധമായ ഖുർആന്റെ ആയത്ത് അല്ലാഹു ഓതിവെക്കുകയാണ്. ഒരു സിനിമാ നടൻ തന്റെ വേദിയിൽ ഒരു പുരസ്കാരം ഒരു സംഗീത സംവിധായകന് കൊടുക്കാൻ പോകവേ മുഖം തിരിച്ചു കളഞ്ഞ ഒരു സംഭവം വർത്തമാന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. ഒരു സിനിമാ നടൻ അവൻ ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന് പറഞ്ഞ് പുറങ്കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് ഈ കൊച്ചു കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിൽ ഞങ്ങളാണ് സംസ്കാരം വിളമ്പുന്നവരെന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിന്റെ, ഈ കേരളത്തിന്റെ എല്ലാ മനുഷ്യ മനസ്സിന്റെ ഉള്ളിലും സംഗീതത്തിന്റെ ഏറ്റവും വലിയ മാസ്മരികത സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന സംവിധായകൻ, ഒരു മനുഷ്യൻ തനിക്ക് ഉപഹാരം വന്നപ്പോൾ അവൻ ഞാൻ ഇഷ്ടപ്പെട്ട വർഗത്തിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു കളഞ്ഞപ്പോ ഇന്ന് കേരളം ഏറ്റെടുത്തിരിക്കുന്നു ആ സംഭവങ്ങൾ. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. വിശുദ്ധമായ ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. അവിടെ മുസ്ലിമീങ്ങളെ എന്നല്ല ഖുർആൻ പറഞ്ഞത്, വിശ്വാസികളെ എന്നല്ല ഖുർആൻ പറഞ്ഞത്, മനുഷ്യരെ, ജനങ്ങളെ എന്നാണ് ഖുർആൻ വിളിക്കുന്നത്. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ. ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം പടച്ചത്. വജഅൽനാകും ശുഊബൻ വഖബായില. എന്നിട്ട് നിങ്ങളെ വ്യത്യസ്ത ഗോത്രങ്ങളായിട്ടും കബീലകളായിട്ടും നാം തിരിച്ചിട്ടുണ്ട്. എന്തിനെന്നറിയുമോ? പരസ്പരം മേനി നടിക്കാനല്ല. നീ എവിടെയെങ്കിലും ഒന്ന് മരിച്ചു കിടക്കുമ്പോ ഒന്നറിയാൻ വേണ്ടിയാണ്. വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ അകത്തളത്തിൽ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. അവൻ തിരുവനന്തപുരം ജില്ലയിലുള്ള ചിറയിങ്കിയിലെ മാടൻവിള എന്ന് പറയുന്ന പ്രദേശത്തെ തിട്ടയിൽ വീട്ടിൽ മരണപ്പെട്ടു പോയ നാസറിന്റെ മകൻ സുഫിയാനാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ ഞാൻ ഈ കബീലകളായിട്ടും ഗോത്രങ്ങളായിട്ടും തിരിച്ചത്. വെളുത്തവന് കറുത്തവനെക്കാലോ, കറുത്തവന് വെളുത്തവനെക്കാലോ, പാവപ്പെട്ടവന് പണക്കാരനെക്കാലോ, പണക്കാരന് പാവപ്പെട്ടവനെക്കാലോ ഒരു ഏറ്റവും ഈ ദുനിയാവിലില്ലെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ അക്റമുൻ നാസി യാ ഹബീബല്ലാഹ്, ജനങ്ങളിൽ ഏറ്റവും മാന്യനാരാണ് നബിയേ? വർത്തമാന കാലഘട്ടത്തിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പണക്കാരന്റെ പേര് പറഞ്ഞിട്ട് പറയും, അദ്ദേഹമാണ് ഈ നാട്ടിലെ മാന്യൻ. മാന്യത ഇല്ലാത്തവനാരാ? ആ നാട്ടിലെ ഏറ്റവും വലിയ കൂലിപ്പണിക്കാരൻ. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ മഹാനായ മുഹമ്മദ് മുസ്തഫ ഹബീബിന്റെ ഹദീസാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ നബിതങ്ങൾ കൊടുക്കുന്ന മറുപടി എന്തെന്നറിയോ? അത്തഖാഹും, അവരിൽ ഏറ്റവും നല്ല തഖ്വയുള്ളവരാണ് സ്വഹാബ. ജനങ്ങളിൽ ഏറ്റവും മാന്യനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ മാന്യൻ അല്ലാഹുവിനെ പേടിയുള്ളവരാണ്. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, അല്ല അല്ല, ലൈസ അൻ ഹാദാ നസ്അലുക, നിങ്ങളോട് ഞങ്ങൾ ചോദിച്ചു ഇതല്ല. ഏറ്റവും നല്ല മാന്യൻ, ജനങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നയാൾ ആരാണ്?
അപ്പൊ നബി തങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ശക്തി, ഏറ്റവും നല്ല കുടുംബത്തിന്റെ പ്രാമാണിത്വം ആണ് സ്വഹാബാക്കൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നബി തങ്ങൾ മറുപടി പറയും, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന്റെ മറുപടി ഫയൂസുഫ് നബിയുല്ലാഹ് ഇബ്നു നബിയില്ലാഹി ഇബ്നു നബിയില്ലാഹി ഇബ്നു ഖലീലുല്ലാഹ്. അപ്പൊ റസൂലുള്ളാഹി കറക്റ്റ് മറുപടി കൊടുത്തു. ഖലീലുള്ളയായ ഇബ്രാഹിം നബി, ആ ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബി, ആ ഇസ്ഹാഖ് നബിയുടെ മകനായ യാക്കൂബ് നബി, ആ യാക്കൂബിന്റെ മകനായ യൂസുഫാണ്. ആ യൂസുഫിനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നല്ല തറവാട്ടി പിറന്ന ആൾക്കാരെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലൈസ അൻ ഹാദാ നസ്അലുക യാ റസൂലല്ലാഹ്, ഇതുമല്ല ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പ നബി തങ്ങൾ കൊടുത്ത മറുപടി ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ ഖിയാറുഹും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു. ഏറ്റവും നല്ല മുസ്ലിം, ഏറ്റവും നല്ല അറിവുള്ളവനാണ് അവൻ, ദീൻ പഠിച്ചവനാണ് അവൻ, ദീൻ അറിഞ്ഞ് അതനുസരിച്ച് അമൽ ചെയ്യുന്നവനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ മാന്യനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവിടെ പിന്നെ പണത്തിന് പ്രസക്തി ഉണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, ചില ആളുകൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോഴും മരണപ്പെട്ടു പോയിട്ടും ചില ആളുകൾ വല്ലപ്പോഴും ഒക്കെ പറയാറുണ്ട്, അയാൾ ഉണ്ടായിരുന്നപ്പോ ഒരു നല്ല തീരുമാനമൊക്കെ എടുക്കാൻ നല്ല മിടുക്കനായിരുന്നു എന്ന് പറയാറുണ്ട്. അത് പണത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അത് കുടുംബത്തിന്റെ അടിസ്ഥാനത്തിലുമല്ല, അത് അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത അറിവിന്റെയും പക്വതയുടെയും അടിസ്ഥാനമാണ്. ഇവനിക്കാണ് മാന്യതയെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളോ, നമ്മുടെ കുടുംബം ഒരല്പം പേരുള്ളത് കൊണ്ടോ, നമ്മുടെ വാപ്പാടെ തറവാട് ആ നാട്ടിലെ ഏറ്റവും അറിയപ്പെട്ട തറവാടായതുകൊണ്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ വില കിട്ടണമെന്നില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ വില കിട്ടുന്നതിന്റെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം, ദുനിയാവിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പേരും പ്രശസ്തി കിട്ടിയെന്നിരിക്കും, ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും ഉണ്ടാവില്ല, എനിക്കും ഉണ്ടാവില്ല. കേട്ട് നിൽക്കും. നമ്മൾ മേനി നടിക്കേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള തഖ്വ കൊണ്ടാ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ, മക്കം ഫത്ഹ് കഴിഞ്ഞു, കഅബാലയത്തിന്റെ ചുറ്റും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്, കഅബാലയത്തിന്റെ ചുറ്റും. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയെ ബാങ്ക് വിളിക്കണ്ടേ നബിയേ. അവിടെ വെളുവെളുത്ത അബൂബക്കർ ഉണ്ട്, ധീരനായ ഉമറുണ്ട്, പണക്കാരനായ ഉസ്മാനുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന്റെ മരുമോൻ അലിയാരുണ്ട്, സർവത്ര ആൾക്കാരുമുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, ബിലാൽ ഇർകഅ ബിലാൽ ഹാദിഹിൽ കഅബത്തുൽ ഉൽയാ. ആ കഅബാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് ഒന്ന് ബാങ്ക് കൊടുക്കൂ ബിലാൽ. ബിലാൽ ബാങ്ക് കൊടുക്കാൻ വേണ്ടി കയറിയപ്പോ ചുറ്റും നിൽക്കുന്ന മക്കയിലെ മുശ്രിക്കീങ്ങളും ആ കൂട്ടത്തിലുള്ള ചില സ്വഹാബാക്കളും പറയാൻ തുടങ്ങി. ആതിബിൻ ഉസൈദ് ബിൻ അബി അയ്ള് എന്ന് പറയുന്ന ഒരു മഹാനായ മനുഷ്യൻ പറയുന്നു, അൽഹംദുലില്ലാഹില്ലദീ ഖബല അബി ഹത്താ ലം യറഹാദാ. കറുകറുത്ത നീഗ്രോ വംശജനായ ഉമ്മയുടെ പേര് ഹമാമ എന്നാണ്, കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുന്ന ബിലാലിനോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് പോരാ, നിബിതങ്ങളൊന്ന് കുത്തിയിരുന്നിട്ട് പറയുന്നു, ബിലാൽ എന്റെ ചുമലിൽ ചവിട്ടിയിട്ട് നീ കയറൂ ബിലാൽ. ആ ഖുറൈശി തറവാട്ടിലെ പ്രമുഖനായ റസൂലുള്ള കുത്തിയിരുന്നു. കറുകറുത്ത നീഗ്രോ വംശകനായ ഉമയ്യത്തിന്റെ മൂത്രം കുടിച്ചു വന്ന ബിലാലിനോട് പറയുന്നു, ബിലാൽ എന്റെ തോളിൽ ചവിട്ടിയിട്ട് നീ കഅബാലയത്തിൽ കയറാൻ. അതിനും വലിയ ഒരു സന്ദേശം ലോകത്ത് ആർക്ക് കൊടുക്കാൻ? സഹോദരങ്ങളെ, എവിടെ പറ്റും, ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? തന്റെ മുന്നിൽ വന്ന സിനിമാ നടൻ ഒരു സാംസ്കാരിക സംഗീതജ്ഞനാണ് പറയുന്നത്, ഓർക്കണം. അവൻ വേറെ ഒരു ജാതി ആയതുകൊണ്ട് അവനെ മാറ്റി നിർത്തിയിട്ട് സാധാരണ ഉപഹാരം കൊടുക്കും, ഒന്ന് കൈ കൊടുക്കും, ഒരു ഷേക്കൻഡ് തിരിച്ചു കൊടുക്കും, മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കും. അവഗണനയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട സംസ്കാരം ഈ കേരളത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ട് അവര് പറയുന്നു, ഞങ്ങളാ വലിയ സാംസ്കാരിക നായകരെന്ന്. വിശുദ്ധ ഇസ്ലാമിന് പറയാനുണ്ട് ഇവിടെ പച്ചയായിട്ട് ചില കാര്യങ്ങൾ. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങൾ എല്ലാവരും നിൽക്ക. ബിലാൽ കയറിയപ്പോ പറഞ്ഞു, ഈ മനുഷ്യൻ പറയാ, എന്റെ വെളുവെളുത്ത തറവാടിയായ വാപ്പ ഈ ദിവസം ജീവിച്ചിരിക്കാത്തത് ഭാഗ്യം. ഈ ബിലാലിനെ ഒലിച്ച് താഴെയിട്ടേനെ.
വാപ്പയുടെ പോര് പറയണതാ. എന്റെ വാപ്പ ഇപ്പൊ ഇല്ലാത്തത് ഭാഗ്യം. വാപ്പ ഉണ്ടെങ്കിൽ ഈ കറുമ്പനേക്കാര് കഴബാലത്തിന്റെ മുകളിൽ കയറ്റുമെന്ന്. മറ്റൊരാള് പറയാ, ഹാരിസ് ഇബ്നു ഹിശാം എന്ന് പറയുവൻ പറയാ, അമാ വജദ മുഹമ്മദൻ ഗൈറ ഹാദൽ ഗുറാബുൽ അസ്വദ മുഅദ്ദിനാ. കാക്കയേക്കാൾ കറുത്ത ബിലാലിനെ അല്ലാതെ മുഹമ്മദിന് വേറെ ഒരാളെ മുഅദ്ദിനായിട്ട് കിട്ടിയില്ലയോ? 1400 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വർണ്ണവിവേചനം വർത്തമാന കാലഘട്ടത്തില് അർജന്റീനിയൻ കളിക്കാരന്മാരുടെ തലയ്ക്കകത്തും പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യുവാക്കളോട് പറയാ, നിങ്ങൾ ഫാൻസ് ആവേണ്ടത് അർജന്റീനയുടേതല്ല, നിങ്ങൾ കളിക്കാരന്മാരുടെ ഫാൻസ് അല്ല ആവേണ്ടത്. 1400 കൊല്ലങ്ങൾക്കപ്പുറം വെളുത്തവനും കറുത്തവനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് ഈ ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ. കറുത്തവനെ ചവിട്ടാൻ തോള് കാണിച്ചു കൊടുത്ത ഏത് തോളെന്നറിയോ സഹോദരങ്ങളെ? റിസാലത്തിന്റെ പുഞ്ചിരി കൊണ്ട് ഈ ലോകത്തോട് സത്യസന്ദേശം വിളിച്ചു പറഞ്ഞ ഹബീബുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാൻസ് ആവൂ പ്രിയപ്പെട്ടവരെ. ഹബീബായ തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് അബൂ സുഫിയാൻ മാത്രം പറയുന്നുണ്ട്, ഇന്നി ലാ അഖൂലു ശൈആ അഖാഫു അൻ യുഖ്ബിറ ബിഹി റബ്ബുസ് സമാ. ഞാനൊന്നും പറയാല്ല, നബി തങ്ങളാണോ ബിലാലിനെ കേറ്റിയത്? കേറ്റിക്കോട്ടെ. കാരണം ആകാശത്ത് ഈ കിടക്കുന്ന ചരൽക്കല്ലുകളെയും വിശ്വസിക്കാൻ കൊള്ളൂല. എവർ ചിലപ്പോ പോയി മുഹമ്മദിന്റെ അടുത്ത് നമ്മൾ പറയുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് മിണ്ടാതിരിക്കണേ നല്ലതെന്ന് അബൂ സുഫിയാൻ പറയാ. റസൂലുള്ളാഹിനെ മനസ്സിലാക്കിയ മനുഷ്യർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവങ്ങൾ മൊത്തം വർണ്ണവെറിയുടെ, മുസ്ലിമീങ്ങളുള്ള കടുത്ത വിരോധത്തിന്റെ, കറുപ്പിനോടുള്ള ഏറ്റവും വലിയ വിയോജിപ്പിന്റെ. എന്റെ ചെറുപ്പക്കാര്, വെസ്റ്റ് മുടിക്കൽ മഹല്ലിപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളോട്, നമ്മൾ അണിയുന്ന ജേഴ്സി ആരുടേതാണോ അതൊക്കെ വർഗവെറിയുടെയും വർണ്ണവെറിയുടെയും ഏറ്റവും വലിയ പാശ്ചാത്യ സംസ്കാരത്തെ പിൻപറ്റുന്ന ഇസ്ലാമിന്റെ ബദ്ധവൈരികളുടേതാണെന്ന് നമ്മൾ ഓർക്കണം. മറക്കരുത്. നമ്മൾ എന്നത് പറയാൻ വേണ്ടിയാ അടിവരയിട്ട് ഇത് പറഞ്ഞത്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന സഫ്വാൻ ഇബ്നു ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഇബ്നു ഫുലാൻ. ഒരാൾ വന്ന് പറയാണ്, ഞാൻ ആരെന്നറിയോ? ഉമയ്യത്തിന്റെ മകനായ സഫ്വാനാണ് ഞാൻ. എന്നോട് കളിക്കാൻ ആരാ ഉള്ളതെന്ന് ചോദിക്കുന്നതേ. നമുക്കും ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ തോന്നും. നമ്മൾ നല്ല മട്ടൻ, നല്ല ബീഫ്, നല്ല ബിരിയാണിയൊക്കെ ഇങ്ങോട്ട് കഴിച്ചിട്ട് നമുക്ക് നല്ല എല്ലിന്റെ ഇടയിലങ്ങോട്ട് കയറുമ്പോ ആരടാ എന്നെ തോപ്പിക്കാൻ, ഞാൻ ഇല്ലെങ്കിൽ ഇവിടെ ശരിയാവൂല എന്ന് പറയുന്ന സ്വഭാവം നമുക്ക്. അങ്ങനെ വന്നതാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ. ഫബലഗ ദാലിക ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. ഫഅർസല ഇലൈഹി വഗളിബ ഫലമ്മാ ജാഅ. ഉമർ റളിയല്ലാഹു അൻഹു സ്വഭാവം ഉണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് പ്രതികരിക്കും, ചൂടാവും, കണ്ണങ്ങട്ട് ചുവക്കും. ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ ആരാണെന്നറിയോ? എന്റെ വാപ്പ നാട്ടിലെ പ്രമാണിയാണ്, ഞാൻ പറയൂലേ, ഞാൻ ആരാണെന്നറിയോടാ? ഏതാ? ഞാൻ നാസറിന്റെ മകനാണ്. ഈ ഏത് ആരെ മകനായിട്ട് എന്ത് കാര്യം? സഹോദരങ്ങളെ, നമ്മുടെ മധുഹുകളും നമ്മുടെ പിതാക്കന്മാരുടെ മധുഹുകളും നമ്മുടെ കാരണവന്മാരുടെ മധുഹുകളും എങ്ങനെയെന്നറിയോ നമ്മൾ പറയേണ്ടത്? അവർ ദുനിയാവിൽ നന്മ ചെയ്തിട്ടുണ്ടോ? പള്ളിയെ സഹായിച്ചിട്ടുണ്ടോ? 5 വക്ത് നിസ്കരിക്കുന്നവരാണോ? തഹജ്ജുദ് മുടങ്ങാത്തവരാണോ? എന്നാ നിങ്ങൾ പറയണം, ഉസ്താദ് അല്ലെങ്കിൽ സഹോദരാ, മരണപ്പെട്ടു പോയി എന്റെ കാരണവർ 5 വക്ത് നിസ്കരിക്കുന്നവരായിരുന്നു, അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. ആത്മാഭിമാനത്തോടെ പറയാം, എന്റെ വാപ്പ നല്ലൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. അല്ലാതെ ആഢ്യത്യം പറയുന്ന സ്വഭാവം ഇസ്ലാമിലുള്ള ഹിജറയോടുകൂടി കഴിഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സുഹാബിയായ ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് സഫ്വാനോട്, സക്കിൽതുക ഉമ്മുക്, നിന്റെ ഉമ്മ നിന്നെ പെറാതിരുന്നെങ്കിൽ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കാതിരുന്നെങ്കിൽ, നീ എന്തടാ പറഞ്ഞത്? നീ ഉമയ്യത്തിന്റെ മകനാണെന്നോ? നീ ആരാ? നീ ഉമർ റളിയല്ലാഹു അൻഹു പറയാ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അയ്യതകല്ലമ ഇൻ കാന ലക തഖ്വാ, എടാ നിനക്ക് തഖ്വയുണ്ടെങ്കിൽ ഫഇന്ന ലക കറമാ,
നിനക്ക് മാന്യതയുണ്ട്, ഈ ജനങ്ങൾ നിനക്കൊരു സ്ഥാനം തരും. നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിനക്ക് അടിസ്ഥാനമുണ്ട്. നിനക്ക് സൽസ്വഭാവമുണ്ടെങ്കിൽ നിനക്ക് നല്ല സ്വഭാവത്തിന്റെയും സംസ്കാരത്തിന്റെയും ലക്ഷണമുണ്ട്. ഇതൊന്നും സൽസ്വഭാവിയുമല്ല, നല്ല ബുദ്ധി ചിന്തിക്കാനുമില്ല, നല്ല സംസ്കാരവുമില്ല, നല്ല സ്വഭാവം നിനക്കില്ലെങ്കിൽ എടാ ഉമയ്യത്തിന്റെ മകനായ സഫ്വാനെ, നീ ആരെന്നറിയോ? നായേക്കാൾ നികൃഷ്ടനാണ് നീ എന്ന് സഫ്വാൻ ഇബ്നു ഉബയ്യയുടെ മുഖത്ത് നോക്കിയിട്ട് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അപ്പൊ ഈ സംഗീത സംവിധായകനോട് ഉമർ റളിയല്ലാഹു അൻഹു പറയാനുള്ളത് ആയിരിക്കും? നമ്മളിൽപ്പെട്ട പല ആളുകളോടും ചിലപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയാനുള്ളതായിരിക്കും, നമ്മൾ ആരും പൊങ്ങച്ചം കാണിക്കരുത് ഒന്നിന്റെ പേരിലും. കുമാരനാശാൻ പറയുന്നുണ്ട്, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽ പെട്ടാലും ദോഷമുള്ളോർ കെട്ടില്ലാത്തോർ തമ്മിലുണ്ണാത്തോരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ. കുമാരനാശാൻ 1922 എഴുതിയത് അദ്ദേഹത്തിന്റെ ദുരവസ്ഥ എന്ന കവിതയിൽ. ആ കവിത കാരണമാണ് അദ്ദേഹം കൊല്ലപ്പെടാനെന്ന് പറയുന്നുണ്ട്. വർത്തമാന കാലഘട്ടത്തിലുള്ള നമ്മുടെ കേരളത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നെറുകേടുകൾക്കെതിരെ കൊല്ലങ്ങൾക്ക് മുമ്പ് കുമാരനാശാൻ എഴുതി വെച്ചിട്ടുണ്ട്. ജാതി വ്യവസ്ഥകളിൽ ഉണ്ടായ അപരിഷ്കൃത സ്വഭാവങ്ങളെ പറ്റിയിട്ട്. സഹോദരങ്ങളെ, ഇസ്ലാമിൽ അതില്ല. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, വെളുത്തവൻ കറുത്തവൻ, പണക്കാരൻ പണിക്കാരൻ, വലിയവൻ ചെറിയവൻ എന്നൊന്നില്ല ഇസ്ലാമിൽ. മക്കയുടെ മദീനയുടെ ഒരു പ്രദേശത്തൊരു ഇതുകൊണ്ട് പറയാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കറുകറുത്ത നീഗ്രോയായ ഒരു മനുഷ്യനെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണമെന്ന് ചോദിക്കാൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങ് നടന്നു പോകുന്നുണ്ട്. അതുവഴി സ്വഹാബാക്കളുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ആ മനുഷ്യൻ പറയുന്നു, എന്നെ നിങ്ങൾ വാങ്ങിക്കോ, നല്ല വിലക്ക് വാങ്ങിക്കോ, പക്ഷെ എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. 5 വക്തും എന്റെ ഹബീബിന്റെ പുറക്കിൽ നിന്ന് എനിക്ക് നിസ്കരിച്ചാ മതി, പിന്നെ ഞാൻ എന്ത് പണിയും ചെയ്തോളാം. എനിക്ക് ഡിമാൻഡേ ഉള്ളൂ, 5 വക്തും റസൂലുള്ളാഹിന്റെ പിറക്കെ ഒന്ന് നിസ്കരിക്കണം. ഓ, എന്താ ഒരു ഡിമാൻഡ്! അങ്ങനെ ഒരു സ്വഹാബിയ കറുത്ത ആ നീഗ്രോയെ വിലക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോയി ഡിമാൻഡ് അംഗീകരിച്ചു കൊടുത്തു. 5 വക്തും അല്ലാഹുവിന്റെ ഹബീബിന്റെ തൊട്ടു പിന്നാലെ 1-ാമത്തെ സഫിലുണ്ടാകും ഈ കറുകറുത്ത സ്വഹാബി. കുറെ ദിവസം കഴിഞ്ഞപ്പോ കാണാനില്ല. ഹബീബായ തങ്ങൾ അന്വേഷിച്ചു, എവിടെയാ നബിയേ? പനിയാണ് നബിയേ, ആ മനുഷ്യന് പനിയാണ് നബിയേ. കുറെ ദിവസം കഴിഞ്ഞപ്പോഴും വന്നില്ല. ഹബീബായ തങ്ങൾ ചോദിച്ചു, മാഹാലൽ ഗുലാം യാ റസൂലല്ലാഹ്? അൽ ഗുലാമു ഖുറൂബ ബിഹി, മരണത്തോടടുത്തിരിക്കുന്നു നബിയേ. നബി തങ്ങൾ സ്വഹാബാക്കളോട് പറഞ്ഞു, ഖൂമൂ യാ സ്വഹാബ, എഴുന്നേൽക്കൂ. അവിടം വരെ ഒന്ന് പോകാൻ ചെന്നു. ആ സമയത്ത് സക്കറാത്തിന്റെ വേളയായിരുന്നു. ആ സമയത്ത് തന്നെ മരണപ്പെട്ടു. ഹബീബായ തങ്ങൾ തന്റെ റിസാലത്തിന്റെ കൈകൊണ്ട് ആ മനുഷ്യനെ എടുത്തു. ആ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ പൊതിഞ്ഞു. തന്റെ കരം കൊണ്ട് ആ കറുകറുത്ത സ്വഹാബിയെ മണ്ണിന്റെ അടിയിൽ വെച്ചു കബറടക്കിയപ്പോ അൻസാരികളായ ഏറ്റവും വലിയ വമ്പന്മാരായ മുഹാജിരീങ്ങളായ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കാരായ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ, ഞങ്ങളെ വാപ്പമാർക്ക് കിട്ടിയില്ലല്ലോ, ഞങ്ങളെ ഉപ്പമാർക്കൊന്നും കിട്ടിയില്ലല്ലോ നബിയേ, എല്ലാം ഒഴിച്ചു വെച്ചിട്ട് നിങ്ങളോട് വന്നതല്ലേ? ഹബീബായ തങ്ങൾ പറയാ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളൊക്കെ അൻസാരികളായത് മുഹാജിരീങ്ങളായത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ആ കറുകറുത്തവന്റെ കൽബുണ്ടല്ലോ, അത് വെളുവെളുത്ത മിന്നുന്ന പ്രകാശം പോലെയുള്ളതാ. അതുകൊണ്ടായി മുഹമ്മദ് മയ്യത്ത് കുളിപ്പിച്ചതെന്ന് ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ. നല്ല മനുഷ്യനായിട്ട് മരിച്ച നമ്മളെ മയ്യത്ത് കുളിപ്പിക്കാൻ നമ്മളറിയാത്ത ആലിമീങ്ങൾ വരും, സ്വാലിഹീങ്ങൾ വരും, നമ്മളെ മയ്യത്ത് കബറി വെക്കാൻ ഔലിയാക്കന്മാർ വരും. ഒരു സംശയമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഒരു ഡിമാൻഡേ ഉള്ളൂ, നമ്മുടെ കൽബൊന്ന് വെളുക്കണം. അതിന് മറ്റുള്ളവരോട് പകയില്ലാത്ത ശുദ്ധമായൊരു ഹൃദയം ഉണ്ടാവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പ്രസംഗം ചുരുക്കുകയാണ്, വിഷയത്തിലോട്ട് ദുആ ചെയ്യുകയാണ്. മരണപ്പെട്ട പിതാവിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സഹോദരൻ 500 രൂപ, മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരിമാര് 1000 രൂപ, മാതാവിന് വേണ്ടി ദുആ ചെയ്യാൻ സഹോദരിമാര് കൂടി 1000 രൂപ. അതുപോലെ മരണപ്പെട്ട പിതാവിന്